السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين، أما بعد. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. صدق الله مولانا العلي العظيم. ബഹുമാന്യ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ പരിപൂർണമായി സ്വീകരിക്കുകയും കബൂലാക്കുകയും ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ കലവറയായ ജന്നാത്തുൽ ഫിർദൗസിലും അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിയോഗ ലക്ഷ്യം വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ജുമുഅയുടെ പ്രാരംഭ ഭാഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന റസൂലൻ മിൻഹും. അവരിൽ നിന്നും ഒരു പ്രവാചകനെ നാം അവരിലേക്ക് തന്നെ അയച്ചു. എന്തായിരുന്നു ആ പ്രവാചകന്റെ ലക്ഷ്യങ്ങൾ? എന്തായിരുന്നു ആ പ്രവാചകന്റെ മേൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം? അങ്ങേയറ്റം വഴികേടിൽ ജീവിച്ചിരുന്ന ഒരു സമൂഹത്തെ, ഒരു സമുദായത്തെ ഏറ്റവും ഉയർന്ന അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നതിലുപരി ലോകത്തേക്ക് വരാനിരിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും മാതൃകയാക്കി മാറ്റുക. സ്വന്തം നന്നാകുക എന്നതിലുപരി ഈ ലോകത്ത് കടന്നു വരാനിരിക്കുന്ന മുഴുവൻ മനുഷ്യ സമൂഹത്തിനും ആ ഒരു ജനത മാതൃകയായി മാറണം. ഇത്രയും വലിയ ഒരു ലക്ഷ്യവുമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തേക്ക് കടന്നു വരുന്നത്. ഈ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ നിർദ്ദേശം ഒരൊറ്റ കാര്യം മാത്രമാണ്, യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. വിശുദ്ധമായ ഖുർആനിന്റെ അധ്യാപനങ്ങൾ ഓതി ആ ജനങ്ങൾക്ക് ഉത്ബോധനം നൽകുക. വലിയ ഒരു ലക്ഷ്യത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുത്ത കാര്യം വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുക. ചുരുക്കത്തിൽ ഒരു മനുഷ്യന്റെ, ഒരു വ്യക്തിയുടെ, ഒരു വിശ്വാസിയുടെ ജീവിതം ഏറ്റവും ഉയർന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ, സ്തുത്യർഹമായ സ്വഭാവങ്ങളുടെ അർഹനായി, വക്താവായി ആ മനുഷ്യൻ മാറാൻ ഖുർആനിക അധ്യാപനങ്ങളുമായി ചേർന്ന് നിൽക്കുക എന്നതിലുപരി വിശുദ്ധമായ ഖുർആൻ മനുഷ്യന്റെ ജീവിതമായിട്ട് മാറണം. മുഴുവൻ സന്ദർഭത്തിലും മുഴുവൻ സമയങ്ങളിലും അവന്റെ ജീവിതം ഖുർആനിക അധ്യാപനങ്ങൾ അനുസരിച്ചുകൊണ്ടാകണം. വിശുദ്ധമായ റമളാൻ മാസമൊക്കെ നമ്മളിലേക്ക് കടന്നു വരാനിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഖുർആനിക അധ്യാപനങ്ങളിലേക്ക് കൂടുതൽ അടുക്കാൻ, വിശുദ്ധമായ ഖുർആനിനെ കൂടുതലായിട്ട് പഠിക്കാൻ സഹായിക്കുന്ന കുറച്ച് സന്ദേശങ്ങൾ മാത്രം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരൊറ്റ സംഭവം, അടുത്ത കാലഘട്ടത്തിൽ നടന്ന ഒരൊറ്റ സംഭവം പറഞ്ഞ് ഖുർആനിക സന്ദേശങ്ങളിലേക്ക് കടക്കാം. ഫലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നത്തിന് ചെറിയ ഒരു പരിഹാരമായി വെടിനിർത്തൽ, സീസ് ഫയർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിനു മുമ്പത്തെ പ്രാവശ്യം ഫലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നത്തിൽ സീസ് ഫയർ പ്രഖ്യാപിച്ച സമയത്ത് അബൂ യൂസുഫ് റാമി എന്ന് പറയുന്ന ഒരു ഫലസ്തീനി എഞ്ചിനീയർ, അദ്ദേഹം 2002 ഇസ്രായേൽ തടവുകാരനായിരുന്നു. ആ സമയത്ത് ഇതിന് തൊട്ട് മുമ്പുള്ള സീസ് ഫയർ അദ്ദേഹം
പൊതുവിൽ സീസ് ഫയർ പ്രഖ്യാപിക്കുമ്പോൾ എല്ലാവരും ചെയ്യുന്നത് ഭക്ഷണം അതുപോലെ തന്നെ മറ്റ് സൗകര്യങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് പൊതുവിൽ നടത്താറ്. പക്ഷെ ഇദ്ദേഹം 380 ഹാഫിളുകൾക്ക് ആദരവ് കൊടുക്കുന്ന ഒരു സദസ്സ് പെട്ടെന്ന് തന്നെ സംഘടിപ്പിച്ചു. കാരണം ഇനി ഒരു പ്രശ്നം രണ്ടാമതുണ്ടായാൽ ചിലപ്പോൾ ഇവരൊന്നും ഈ ലോകത്തുണ്ടാവൂല. അതിനുവേണ്ടി അദ്ദേഹം പെട്ടെന്നൊരു ആദരിക്കൽ സദസ്സ് സംഘടിപ്പിച്ചു. ഇവരെ എല്ലാവരെയും ഹാഫിളാക്കി. ഗസയിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 100-ൽ 70% ആളുകളും ഹാഫിളുകളായിരിക്കും. 3 പേര് നിന്നാൽ 1.5 ആൾക്കാർ ഹാഫിളായിരിക്കും. 2002-ൽ ഇസ്രായേൽ തടവുകാരനായിരുന്ന ഇയാള് ജയിലിനുള്ളിൽ ഒരു ഹിഫ്ളുൽ ഖുർആൻ, ഒരു തഹ്ഫീദുൽ ഖുർആനിന്റെ ഒരു ശുഅബ നടത്തി. പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത് പോലെ അല്ല, തടവുകാരായിട്ട് വളരുന്ന ഫലസ്തീനികൾക്ക് മദ്രസത്ത് യൂസുഫിയ എന്ന പേരിൽ ഹിഫ്ളുൽ ഖുർആന്റെ ശുഅബ നടത്തി. അങ്ങനെ ആ തടവുകാരിൽ 300-ൽ പരം പേരെ ഇദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനം കൊണ്ട് ഹാഫിളായി. അപ്പൊ നമ്മളൊക്കെ ഇന്ന് ഖുർആനുമായിട്ട് അടുക്കാൻ സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഫലസ്തീനി ജനത ഒരു വലിയ സന്ദേശം നൽകുകയാണ്. ഞങ്ങളുടെ ജീവിതം നാളെ ഉണ്ടായിരിക്കുമെന്ന് അറിയില്ല, നിങ്ങൾക്ക് ഒരു സമയമില്ല, പക്ഷെ ഞങ്ങൾ ഖുർആനുമായിട്ട് അടുത്തോണ്ടിരിക്കുകയാണ്. 100%-ൽ 70% ആൾക്കാരും ഹാഫിളീങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖുർആനുമായിട്ടുള്ള ബന്ധം നൽകി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മനോഹരമായ അധ്യായമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയ സൂറത്താണ് സൂറത്ത് യൂസുഫ്. നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്. നബിതങ്ങളേതാ അങ്ങേക്ക് ഇതുവരെ അവതരിപ്പിക്കപ്പെട്ട, ഇനി അങ്ങയുടെ മേൽ അവതരിപ്പിക്കപ്പെടുന്ന മുഴുവൻ സൂറത്തുകളെയും എടുത്തു നോക്കിയാലും ഇത്രയും മനോഹരമായ ഒരു സൂറത്ത് ഇനി വരാനില്ല. ഏറ്റവും സുന്ദരമായ ഒരു സൂറത്ത്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം ആദ്യം മുതൽ അവസാനം വരെ അള്ളാഹു ഒറ്റയടിക്ക് പറഞ്ഞു തീർത്തു സൂറത്ത് യൂസുഫിൽ. ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കേറ്റയിറക്കങ്ങൾ, പ്രതിസന്ധികൾ, പ്രതികൂല സാഹചര്യങ്ങളിലൊക്കെ എപ്പോഴും ഒരു പ്രതീക്ഷയായി നിലകൊള്ളുന്നത് കൊണ്ടാണ് സൂറത്ത് യൂസുഫിനെ അള്ളാഹു ഒരുപക്ഷെ ഏറ്റവും മനോഹരമായ അധ്യായം എന്ന് തന്നെ വിശേഷിപ്പിച്ചത്. ലഖദ് കാന ഫീ യൂസുഫ വ ഇഖ്വതിഹി ആയാത്തുൽ ലിസാഇലിൻ. അല്ലാഹു തന്നെ പറയുന്നു, യൂസുഫിനും യൂസുഫിന്റെ സഹോദരന്മാരുടെയും വിഷയത്തിൽ ഒരുപാട് ഗുണപാഠങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ആ ചരിത്രത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. എന്തായിരുന്നു സൂറത്ത് യൂസുഫ് മുന്നോട്ട് വയ്ക്കുന്ന ആദ്യത്തെ ഗുണപാഠം, ആദ്യത്തെ സന്ദേശം എന്താ? അചഞ്ചലമായ വിശ്വാസം. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മനസ്സ് എപ്പോഴും അള്ളാഹുവിലേക്ക് തിരിഞ്ഞിരുന്നു. എന്തൊക്കെ പ്രതിസന്ധി ജീവിതത്തിൽ ഉണ്ടായി നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ മുഴുവൻ സമയത്തും ഹൃദയം അള്ളാഹുവിലേക്ക് തിരിഞ്ഞിരുന്നു. സൂറത്ത് യൂസുഫ് മുന്നോട്ട് വയ്ക്കുന്ന ആദ്യത്തെ പാഠം, എന്തൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ടോ, എന്തൊക്കെ പ്രതിസന്ധികള്, വിഷമങ്ങൾ, ഇനി ജീവിക്കണ്ട എന്ന് തോന്നുന്ന ഒരു സന്ദർഭം വന്നാലും ഹൃദയം അള്ളാഹുവിലേക്ക് തിരിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ജയിലിൽ കിടക്കുന്ന സമയത്ത് 2 പയ്യന്മാർ വന്നിട്ട് ചോദിച്ചു, അവര് നമ്മുടെ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ചോദിച്ചു. അപ്പൊ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് പറഞ്ഞു കൊടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉള്ള കാര്യങ്ങൾ നീക്കുന്നതിന് മുമ്പ് പറഞ്ഞു, ആദ്യം അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തി. അമറ അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ. അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ആ 2 ചെറുപ്പക്കാരെടുത്തും പറഞ്ഞു കൊടുത്തിട്ടാണ് പിന്നീട് അവർ കണ്ട സ്വർഗത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞത്. പ്രതികൂല സാഹചര്യങ്ങളിൽ എങ്ങനെ യൂസുഫ് നബിയുടെ ഹൃദയം അള്ളാഹുവിലേക്ക് തിരിഞ്ഞിരുന്നു, വിഷമഘട്ടങ്ങളിൽ സഹായത്തിന് ആരുമില്ല എന്ന് ചിന്തിച്ച സന്ദർഭത്തിലും അള്ളാഹുവിലേക്ക് തിരിഞ്ഞിരുന്നത് ചെറുപ്പകാലം മുതൽ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും അനുഭവിച്ച സംരക്ഷണങ്ങളുടെ പേരിലാണ്. സംരക്ഷണങ്ങൾ ചെറിയ പ്രായത്തിൽ, ഒന്നും അറിയാത്ത ഒരു പ്രായത്തിൽ തൻ്റെ മുഴുവൻ സഹോദരങ്ങളും യൂസുഫ് നബിയോട് അസൂയ വെച്ചു. ആ അസൂയയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് തന്നെ രക്ഷിച്ചു. ഇനി അവരോട് കഴിയണ്ട, മിസ്റിലെ ഒരു രാജാവിന്റെ കൊട്ടാരത്തിൽ മകനെ പോലെയുള്ള ആദരവോടുകൂടി യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമെ എത്തിച്ചു. സഹോദരങ്ങളിൽ ചിലർക്ക് യൂസുഫ് നബിയെ കൊന്നു കളയാമെന്നൊരു പ്ലാൻ, എന്നൊരു പദ്ധതി ഉണ്ടായിരുന്നു. അതിൽ നിന്നും രക്ഷിച്ചു.
അവസാനം അവരെല്ലാവരും കൂടെ തീരുമാനമെടുത്ത് ആ നാട്ടിലെ ഒരു പൊട്ടക്കിണറ്റിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കൊണ്ടിട്ടു. അവിടെ നിന്നും ഒരു കച്ചവട സംഘം മഹാനവറുകളെ പുറത്തെടുത്തു. ഒരു നാട്ടിൽ ഒരു കുഞ്ഞിനെ ആരോരും ഇല്ലാതെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ഇങ്ങനെ ഒരു കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട് എന്നൊരു വാട്സപ്പിലൊക്കെ നമ്മൾ ഈ കാലഘട്ടത്തിൽ ചെയ്യാറില്ല. അതുപോലെ ഒരു കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ടെന്നൊരു വിളംബരം നടത്തലാണ്. പക്ഷെ അവരങ്ങനെ നടത്താതെ നേരെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ മിസ്രിലേക്ക് കൊണ്ടുപോയി. അതിൻ്റെ കാര്യം ചില ഉലമാക്കൾ പറയുന്നുണ്ട്. ഒരു പക്ഷേ അവിടെ അങ്ങനെ ഒരു പരസ്യപ്പെടുത്തൽ നടത്തിയിരുന്നെങ്കിൽ യൂസുഫ് നബി വീണ്ടും ചെന്നെത്തുന്നത് ആ അസൂയ വെച്ച കൊല്ലാൻ പ്ലാനിട്ട സഹോദരങ്ങളുടെ അടുക്കലേക്കായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യാതെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വളരെ രഹസ്യമായിട്ട് അവർ വീണ്ടും മിസ്രിലെത്തിച്ചു. മിസ്രിലെത്തിച്ചതിന് ശേഷം ചന്തയിൽ വളരെ തുച്ഛമായ ദർഹമുകൾക്ക് പകരം ദർഹമുകൾക്ക് യൂസുഫ് നബിയെ വിൽക്കപ്പെട്ടു. ആർക്കും വാങ്ങാൻ പറ്റാവുന്ന നിലയിൽ അത്രയേറെ ചെറിയ ഒരു പൈസക്കാണ് യൂസുഫ് നബിയെ കച്ചവടം ചെയ്യപ്പെട്ടത്. അതിൻ്റെ ഹിക്മത്ത് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു ചെറിയ സമ്പത്തിന് ആർക്കും വാങ്ങാൻ പറ്റുന്ന സന്ദർഭത്തിൽ എന്ത് മോശം പ്രവൃത്തി വേണമെങ്കിലും യൂസുഫ് നബിയെ കൊണ്ട് ചെയ്യിക്കാം. ഏറ്റവും നിന്ദ്യതയുടെ അവസ്ഥയിലുള്ള ജോലികൾ പോലും യൂസുഫ് നബിയെ ചെയ്യിക്കാം. അങ്ങനെ ഒരു അവസ്ഥയിൽ വിൽക്കപ്പെട്ടിട്ടും അള്ളാഹു യൂസുഫ് നബിയെ വാങ്ങാൻ വേണ്ടി തിരഞ്ഞെടുത്തത് ആ നാട്ടിലെ ധനികനായ നല്ല ഹൃദയമുള്ള മനസ്സിൽ സ്നേഹമുള്ള അസീസ് രാജാവാണ്. അങ്ങനെ ആ ഒരു നിന്ദ്യതയിൽ നിന്ന് രക്ഷിച്ചു. അവസാനം അസീസ് രാജാവ് സ്വന്തം കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയിട്ട് ഭാര്യയോട് പറയുന്ന സന്ദർഭം വിശുദ്ധ ഖുർആൻ പറയുന്നു. അക്രിമി മത്വ അസ അൻ യൻഫഅന ഔ നത്തഖിദഹു വലദ. ഒരു നല്ല പയ്യനെ ഞാൻ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്. അസ അൻ യൻഫഅന, ഇവരെ നല്ലതുപോലെ നോക്കണം, ഇവന്റെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. അസ അൻ യൻഫഅന, ഒരു പക്ഷേ മക്കളില്ലാതെ വിഷമിക്കുന്ന, സന്താന സൗഭാഗ്യമില്ലാതെ ദീർഘകാലമായിട്ട് വിഷമിച്ചിരിക്കുന്ന നമുക്ക് ഒരു മകനായി ഈ കുഞ്ഞ് ബലപ്പെട്ടേക്കാം. ഔ നത്തഹിദഹു, അല്ലെങ്കിൽ അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഈ മകനെ കൊണ്ടുണ്ടായിരിക്കാമെന്ന് പറഞ്ഞു. ഏറ്റവും ആദരവിൻ്റെ അവസ്ഥയിൽ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമെ അള്ളാഹു എത്തിച്ചു. ഇങ്ങനെ പ്രതിസന്ധികൾ വന്നപ്പോൾ, പ്രതികൂല സാഹചര്യങ്ങൾ വന്നപ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുമുള്ള സംരക്ഷണ അനുഭവിച്ചു. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുമുള്ള രക്ഷ കിട്ടിയതാണ് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഹൃദയം മുഴുവൻ സമയങ്ങളിലും അള്ളാഹുവിലേക്ക് തിരിഞ്ഞിരുന്നത്. ഇതാണ് സൂറത്ത് യൂസുഫിൻ്റെ ഒന്നാമത്തെ പാഠം. രണ്ടാമത്തെ പാഠം ക്ഷമയാണ്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വല്ലാതെ ഇഷ്ടപ്പെട്ട, വല്ലാതെ വാത്സല്യം കൊടുത്ത് വളർത്തിയ തൻ്റെ ഏറ്റവും ചെറിയ മകനായ യൂസുഫിനോട് അസൂയ വെച്ച സഹോദരങ്ങൾ യാക്കൂബ് നബിയുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഞങ്ങൾ യൂസുഫിനെ ഞങ്ങളിവിടെ എന്താ വിടാത്തത്? ഞങ്ങൾ അവൻ്റെ സഹോദരങ്ങളല്ലേ, ഞങ്ങൾ ഒന്നിച്ചു പോയി ഒന്ന് ഉല്ലസിച്ച് കളിച്ച് തിമിർത്തിട്ട് വന്നോട്ടെ. അങ്ങനെ വാപ്പായെ വലിയ പ്രയാസപ്പെടുത്തി, ബുദ്ധിമുട്ടി, തർക്കിച്ച് മകനെയും കൊണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയും കൊണ്ട് പോകാൻ ഇവർ ഒരുങ്ങി. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ആദ്യമേ അറിയാമായിരുന്നു ഇവർ കൊണ്ടുപോകുന്നത് പ്രശ്നത്തിലാണ്. അതുകൊണ്ട് ആദ്യം തന്നെ പറഞ്ഞു, നിങ്ങൾ ഇവനെ കൊണ്ടുപോകേണ്ട, പ്രശ്നമാണ്, ചെന്നായി പിടിക്കാനൊക്കെ സാധ്യത ഉണ്ട്, അതുകൊണ്ട് അവൻ ഇവിടെ തന്നെ നിൽക്കട്ടെ, നിങ്ങൾ പൊയ്ക്കൊള്ളാൻ. പക്ഷെ വലിയ തന്ത്രം മെനഞ്ഞ്, വലിയ പ്രയാസപ്പെടുത്തി അദ്ദേഹം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയും കൊണ്ട് അവർ പോയിട്ട് വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, നസ്തബിക്, അവര് യാത്ര ചെയ്തു പോയി. അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊക്കെ നടത്തി പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞിട്ട് തിരിച്ചു വന്നു. ഒട്ടും കൺവിൻസിങ് അല്ലാത്ത, നട്ടാൽ മുളയ്ക്കാത്ത ഒരു കള്ളവുമായിട്ടാണ് സഹോദരങ്ങൾ വന്നത്. ബിദമിൻ കദിബ്, വസ്ത്രം ഇങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇട്ടിരുന്ന കുപ്പായ ഊരിയെടുത്ത് അതിൽ ചോര പുരട്ടിക്കൊണ്ടാണ് വന്നത്. ചെന്നായ പിടിക്കുമ്പം ആദ്യം ചെന്നായ വസ്ത്രം ഊരിയിട്ട് പിന്നെയാണോ കടിക്കുന്നത്, അല്ലെങ്കിൽ തിന്നാൻ പോകുന്നതല്ല. ചെന്നായ വസ്ത്രം ഇട്ടതിനോടൊപ്പം തന്നെ കടിക്കുകയാണ് ചെയ്യുന്നത്. അത്രയ്ക്ക് ഒട്ടും കൺവിൻസിങ് അല്ലാത്ത ഒരു കള്ളക്കഥ വന്ന് വാപ്പാരുടെ അടുത്ത് പറയുകയും ചെയ്തു. ഇതെല്ലാം കേട്ടിട്ട് സ്വന്തം മകനെ കൊണ്ടുപോയി കൊന്നിട്ട് വരുന്ന സ്വന്തം മക്കളാ. ഈ സമയത്ത് മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വാക്ക് ഫസ്സബുറുൻ ജമീൽ, മനോഹരമായ ക്ഷമ. ഫസ്സബുറുൻ ജമീൽ, എന്താ മനോഹരമായ ക്ഷമ എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾ ദേഷ്യപ്പെടുന്നത് ഭയങ്കര വല്ലാത്ത വൽഗറായിട്ടായിരിക്കും ദേഷ്യപ്പെടുന്നത്, ഭയങ്കര ഭയാനകരാണ്. ഉസ്താദ് ക്ലാസ്സിൽ ചൂടായ കുട്ടികളെല്ലാം പേടിക്കും. ഇപ്പോൾ ആരെങ്കിലും ഉറങ്ങുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വിളിച്ചാൽ എല്ലാവരും ടെൻഷനാവും പെട്ടെന്ന്. പക്ഷേ എന്തൊക്കെ കാണിച്ചിട്ടും
കുറേയൊക്കെ ബുദ്ധിമുട്ടിച്ചിട്ട് ഒരാൾ ക്ഷമിച്ചുകൊണ്ടിരിക്കുക, ഒന്നും മിണ്ടാതെ തന്നെ ഇരിക്കുകയാണ്. അത് എത്ര സുന്ദരമാണ്. ഫസ്സബുറുൽ ജമീൽ, വളരെ സുന്ദരമായ നിലയിൽ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ക്ഷമിച്ചു, യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ക്ഷമിച്ചു. ഇതേ സംഭവം വീണ്ടും ഉണ്ടായി. ബിനിയാമീൻ എന്ന അവസാനത്തെ മകനെയും ഇതുപോലെ ഇവർ കൊണ്ടുപോയി. പക്ഷെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വെച്ച് കണ്ടിട്ട് മകൻ അവിടെ പിടിച്ചു നിർത്തി, സഹോദരൻ അവിടെ നിർത്തി. തിരിച്ചു വന്ന് വാപ്പാരുടെ അടുത്ത് പറഞ്ഞു, വാപ്പ അതേ നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കൂല, ഞങ്ങൾക്കറിയാം. കൂടെ വന്ന കച്ചവട സംഘം കൊണ്ട് അവരുടെ അടുത്ത് ചോദിച്ചു, ഞങ്ങൾ അവരൊന്നും ചെയ്തിട്ടില്ല, മോഷ്ടിച്ചിട്ട് രാജാവ് അവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. ആ സമയത്തും യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇതേ വാക്ക് തന്നെ പറഞ്ഞു, ഫസ്സബ്റുൻ ജമീൽ. ഒരു കാര്യം കൂടെ ചേർത്ത് പറഞ്ഞു, വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും, നിങ്ങൾ ഇനി എന്ത് അവനെ സംരക്ഷിച്ചെന്ന് പറഞ്ഞാലും നിങ്ങളോട് ഞാൻ ഒന്നും പറയുന്നില്ല. അലാ മാ തസിഫൂൻ, നിങ്ങൾ എന്ത് കാണിച്ചെന്നുള്ള കാര്യം അള്ളാഹുവിനറിയാം. ഏറ്റവും വലിയ പ്രയാസത്തിന്റെ സന്ദർഭത്തിലും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ക്ഷമിച്ചു. മൂന്നാമത് സൂറത്ത് യൂസുഫ് മുന്നോട്ട് വയ്ക്കുന്ന പാഠം, തിന്മകളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുക. തിന്മകളിൽ നിന്ന് രക്ഷിക്കുന്ന അല്ലാഹുവാ. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിയാൽ മതി. നമുക്ക് എല്ലാവർക്കും അറിയാം, അസീസ് രാജാവിന്റെ ഭാര്യ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഒരു മോശം പ്രവൃത്തിക്ക് വേണ്ടി ക്ഷണിച്ചു. ആ കൊട്ടാരത്തിന്റെ വാതിലും മുറിയും എല്ലാം അടച്ച്, ജനലുകളെല്ലാം അടച്ചിട്ട് വഖാലത്ത് ഹൈത്തലക്, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമെ ഇങ്ങോട്ട് വിളിച്ചു. മോശത്തനത്തിന് വേണ്ടി, വലിയൊരു തിന്മയ്ക്ക് വേണ്ടി. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉള്ള സാഹചര്യം ഇങ്ങനെയാണല്ലോ, ഇനിയിപ്പം സുലൈഹ പറയുന്നത് പോലെ ചെയ്തു കൊടുക്കാം, ഇല്ലെങ്കിൽ കൊട്ടാരത്തിൽ നിന്ന് പുറത്താകും, പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളിലോട്ട് പോകും, അങ്ങനെ ഒന്നും ചിന്തിച്ചില്ല. ആ തിന്മയിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. രണ്ടുപേരും കൂടെ ഓടി. യൂസുഫ് നബി ഫ്രണ്ടിൽ നിന്ന് ഓടി, പുറകിൽ നിന്ന് സുലൈഹ ഓടി. വാതിൽ എല്ലാം അടച്ചിട്ടിരിക്കുക, പുറത്ത് കടക്കാൻ പറ്റുമെന്ന് ഒരു പ്രതീക്ഷയില്ലാതെയാണ് യൂസുഫ് നബി ഓടിയത്. വാതിൽ ആര് തുറന്നു കൊടുത്തു എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. രണ്ടുപേരും ഓടി എന്ന് പറഞ്ഞു, വാതിൽ തുറക്കുകയും ചെയ്തു. തിന്മയിൽ നിന്ന് ഓടാൻ ശ്രമിച്ചപ്പോൾ, തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വാതിൽ തുറന്നു കൊടുത്തു, ആ തിന്മയിൽ നിന്ന് രക്ഷപ്പെടുത്തി. അങ്ങനെ ഈ വാർത്ത മിസ്ർ മുഴുവൻ പടർന്ന് എല്ലാവരും അറിഞ്ഞു. സുലൈഹ മാത്രമല്ല, യൂസുഫിനെ കണ്ടാൽ ആരും ഇങ്ങനെ ആകും എന്ന് തെളിയിക്കാൻ വേണ്ടി ആ നാട്ടിലെ മുഴുവൻ പെണ്ണുങ്ങളെയും വിളിച്ചിട്ട് എല്ലാവരുടെ കയ്യിലും ആപ്പിളും കത്തിയൊക്കെ കൊടുത്തിട്ട് യൂസുഫ് നബിയെ ഒരു വാതിൽ തുറന്ന് അടുത്ത വാതിലിലൂടെ വെക്കും. അപ്പോൾ എല്ലാവരും യൂസുഫ് നബിയുടെ സൗന്ദര്യം കണ്ടിട്ട് ആപ്പിൾ മുറിക്കേണ്ടതിന് പകരം കത്തി മുറിച്ചു. അപ്പോൾ സുലൈഹ പറഞ്ഞു, ഖാലത് ഫദാലികുന്നല്ലദീ ലുംതുന്നനി ഫീ വലഖദ് റാവത്തുഹു അൻ നഫ്സി. നിങ്ങൾ ഞാൻ ഇവനെ വശീകരിച്ചെന്നല്ലേ പറഞ്ഞത്, എൻ്റെ പ്രശ്നമല്ലേ നിങ്ങൾ എല്ലാവരും പറഞ്ഞു നടന്നത്. ഖാലത് ഫദാലികുന്നല്ലദീ ലുംതുന്നനി ഫീഹി, ഞാൻ മാത്രമല്ല നിങ്ങളാണെങ്കിലും യൂസുഫിനെ കണ്ടാൽ ഇങ്ങനെ തന്നെ ചെയ്യും. അങ്ങനെ ഭയങ്കര പ്രശ്നമായി. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ മുഴുവൻ കുതന്ത്രങ്ങളും കണ്ടിട്ട് പറഞ്ഞു, ഇന്ന കൈദകുന്ന അളീം, ഇതിലൊന്നും ഞാൻ ബന്ധപ്പെടുന്നില്ല. ഈ മുഴുവൻ പെണ്ണുങ്ങളുടെയും പ്രശ്നവും ഈ മുഴുവൻ പെണ്ണുങ്ങളുടെയും കുതന്ത്രമൊക്കെ ഭയങ്കര കടുപ്പമുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയുന്നുണ്ട്. സുലൈഹ ഇന്ന കൈദകുന്ന, സുലൈഹ മാത്രമേ യൂസുഫ് നബിക്കെതിരെ തന്ത്രം പ്രയോഗിച്ചോളൂ. പക്ഷേ യൂസുഫ് നബി മറുപടി പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇന്ന കൈദകുന്ന, എല്ലാ പെണ്ണുങ്ങളുടെയും കുതന്ത്രം പ്രശ്നമെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു വിശദീകരണം പറയുന്നു. സുലൈഹ എപ്രകാരം യൂസുഫിനെ ആഗ്രഹിച്ചിരുന്നു, അതേപോലെ ആ നാട്ടിലെ മുഴുവൻ പെണ്ണുങ്ങൾക്കും യൂസുഫ് നബിയോടൊരാഗ്രഹവും യൂസുഫ് നബിയെ തിന്മയിലോട്ട് ക്ഷണിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇന്ന കൈദകുന്ന എന്ന് തന്നെ പറഞ്ഞത്, സുലൈഹയുടെ മാത്രം കുതന്ത്രമൊന്നും പറയാത്തത്. അഥവാ ഒരു നാട് മുഴുവൻ, അല്ലെങ്കിൽ ഒരു നാട്ടിലെ പെണ്ണുങ്ങൾ മുഴുവൻ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ മോശത്തരത്തിലേക്ക് ക്ഷണിച്ചപ്പോഴും സാഹചര്യം അങ്ങനെ ആയിപ്പോയല്ലോ, ഇനി ഇവർ പറയുന്നത് പോലെ കേൾക്കാമെന്ന് പറയാതെ യൂസുഫ് നബി എന്താ പറഞ്ഞത്? ഖാല റബ്ബി സിജിൻ അഹബ്ബു ഇലയ്യ മിമ്മാ തദഊനനി ഇലൈഹി. ഈ പെണ്ണുങ്ങൾ ക്ഷണിക്കുന്ന ഈ മോശത്തരത്തിലേക്ക് സാഹചര്യത്തിന്റെ പേരിൽ പോകാമെന്ന് എന്നെ കിട്ടൂല, അതിനേക്കാൾ ഞാൻ ജയിലിൽ പോയി കിടന്നോളാം. അഹബ്ബു ഇലയ്യ മിമ്മാ തദഊനനി ഇലൈഹി, ഇവർ ക്ഷണിക്കുന്ന ഈ കാര്യത്തെക്കാൾ, ആ പാപം ചെയ്യുന്നതിനേക്കാൾ എത്ര മോശ സന്ദർഭമാണെങ്കിലും ഞാൻ ജയിലിൽ പോയി കിടന്നോളാം. ഇന്ന് നമ്മളുടെ എല്ലാവരുടെയും പരാതിയും പരിഭവവും സാഹചര്യത്തിന്റെ പേരിൽ ചെയ്തു പോകുന്നു എന്നാണ്. എനിക്കിതിനോടൊന്നും ആഗ്രഹമില്ല, ഈ സാഹചര്യം അങ്ങനെയാണല്ലോ അതുകൊണ്ട് ചെയ്യുന്നു.
മകനെ പഠിപ്പിക്കാൻ വേണ്ടി ലോൺ എടുക്കലല്ലാതെ എനിക്ക് അവന് പഠിപ്പിക്കാനുള്ള നിവൃത്തിയൊന്നുമില്ല, ഞാൻ വണ്ടി ഓടിച്ച് നടക്കുന്ന ആളാണ്, എനിക്ക് പൈസയൊന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് ലോൺ എടുക്കാം. അല്ലെങ്കിൽ എനിക്കൊരു വണ്ടി വേണം, കയ്യിലുള്ള പൈസ വെച്ചെടുക്കുക അല്ല, CC ഇട്ട് ഹറാമായ മാർഗത്തിൽ പ്രവേശിച്ചുകൊണ്ട് എടുക്കുകയാണ്. ഇങ്ങനെ സാഹചര്യത്തിൻ്റെ പേരിൽ നമ്മളെല്ലാവരും സാഹചര്യത്തെ കുറ്റം പറഞ്ഞ് ഹറാമിലേക്ക് പോകുമ്പം യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമും വിശുദ്ധമായ ഖുർആനും സാഹചര്യത്തിൽ നിന്നും ഓടി അകലാനാണ് പറഞ്ഞത്. നിങ്ങൾ അത് ചെയ്യാതിരുന്ന് നോക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല വഴിയിൽ നിങ്ങളുടെ കാര്യങ്ങൾ നടത്തും. അതുകൊണ്ട് തിന്മകളിൽ നിന്നും ഓടി അകലാനുള്ള പരിശ്രമം നമ്മളെല്ലാവരും നടത്തുക. ഈ 3 സന്ദേശങ്ങൾ, അള്ളാഹുവിൽ അടിയുറച്ച വിശ്വാസം, മുഴുവൻ പ്രതിസന്ധി ഘട്ടങ്ങളിലും ക്ഷമ, തിന്മകളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പരിശ്രമം, ഈ 3 കാര്യങ്ങളാണ് സൂറത്ത് യൂസുഫ് മുന്നോട്ട് വെക്കുന്ന പ്രധാന പ്രമേയങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനം ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. വിശുദ്ധമായ ഖുർആനുമായിട്ടുള്ള ബന്ധം നമ്മൾ കൂടുതലായിട്ട് അധികരിപ്പിക്കുകയും ഖുർആനിക വചനങ്ങൾ കേട്ട് കരയാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം നമ്മൾ നടത്തുക. അബ്ദുല്ലാഹി ഇബ്നു ഷദ്ദാദ് എന്ന് പറയുന്ന ഒരു താബിഈ മസ്ജിദുൻ നബവിയിൽ മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ഇമാമത്ത് നിൽക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം വിശദീകരിക്കുന്നുണ്ട്. സൂറത്ത് യൂസുഫ് പാരായണം ചെയ്യും. അബ്ദുല്ലാഹി ഇബ്നു ഷദ്ദാദ് ഏറ്റവും അവസാനത്തെ സഫിൽ നിൽക്കുന്ന സഹാബിയാണ്. പക്ഷേ സൂറത്ത് യൂസുഫ് പാരായണം ചെയ്ത് ഇന്നമാ അഷ്കൂ ബത്തി വഹുസ്നി ഇലല്ലാഹ്, എൻ്റെ മുഴുവൻ ആവലാദികളും എൻ്റെ വിഷമവും എൻ്റെ പ്രയാസവും എല്ലാം ഞാൻ തുറന്നു പറയുന്നത് അള്ളാഹുവിനോടാണെന്ന ആയത്തെത്തുമ്പം മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ഭയങ്കരമായിട്ട് കരയുമായിരുന്നു. ആ ശബ്ദം, ഇമാമിൻ്റെ സ്ഥലത്ത് നിന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹു കരയുന്ന ശബ്ദം ഏറ്റവും അവസാന സഫിൽ നിൽക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു ഷദ്ദാദ് എന്ന താബിഈ കേൾക്കുമായിരുന്നു എന്നൊരു സംഭവം നമുക്ക് കാണാം. അതുകൊണ്ട് വിശുദ്ധമായ ഖുർആനുമായി കൂടുതൽ അടുക്കുക, ഖുർആനിക അധ്യാപനങ്ങളിലേക്ക് കടന്നു ചെല്ലുക, ഖുർആൻ പഠിക്കുക, ഖുർആൻ കേട്ട് കരയാനുള്ള പരിശ്രമങ്ങൾ നടത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുഴുവൻ സൽക്കർമ്മങ്ങളെയും സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അവ്വലൻ വ ആഖിറ വ ആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.